അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. പ്രിയപ്പെട്ടവരെ, 2-3 കൃഷിരീതികളെക്കുറിച്ച് പങ്കാളിത്തത്തിൽ നടത്തുന്ന കൂട്ടുകൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ കൃഷിഭൂമിയാണ്, ഞാൻ മാലിക്കാണ്. നിങ്ങൾ എൻ്റെ ഈ കൃഷിഭൂമിയിൽ എനിക്ക് ധാരാളം തൈകളുണ്ട്, മരങ്ങളുണ്ട്. ഈ മരങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ മരങ്ങൾ വെള്ളം നനച്ച് അതിന് വേണ്ട ശുശ്രൂഷകളൊക്കെ നിങ്ങൾ ചെയ്യുന്നു. ഫലം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ലാഭം, ഉൽപ്പന്നങ്ങൾ, വരുമാനം ഞാനും നിങ്ങളും പങ്കിട്ടെടുക്കുകയാണ്. ഇതിൻ്റെ പേരാണ് മുസാഖാത്ത്. സാഖ എന്ന വാക്കിനർത്ഥം വെള്ളം നനച്ചു എന്നാണ്. ഒരു കൃഷി പരിചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായ ജല വിതരണമാണ്, വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് മുസാഖാത്ത് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് നിബന്ധനകൾ പറയുന്നുണ്ട്. എൻ്റെ ഭൂമിയിൽ നിങ്ങൾ അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ അത് കൃഷി ചെയ്യപ്പെട്ട തൈ ആയിരിക്കണം. എൻ്റെ തൈ നിങ്ങൾ കുഴിച്ചിട്ട് ചെയ്യുന്ന രീതി ആവരുത്. ഞാൻ എൻ്റെ പറമ്പിൽ കുഴിച്ചിട്ട മരങ്ങളെ പരിചരിക്കുക എന്നതായിരിക്കണം. മറ്റൊന്ന്, ഈ ഇടപാട് നിങ്ങൾ നടക്കുമ്പോൾ ഈ സാധനം നിങ്ങൾ കണ്ടിരിക്കണം. നിശ്ചിത മരങ്ങളായിരിക്കണം. ഈത്തപ്പനയിലും മുന്തിരിയിലും ആയിരുന്നു സ്വഹാബത്തിൻ്റെ കാലത്ത് നടന്നിരുന്നത് എങ്കിൽ മറ്റുള്ള അതിലേ പറ്റൂ എന്നാണ് ഷാഫിഈ മദ്ഹബിലെ അഭിപ്രായം. അല്ല, തെങ്ങിലും കമുങ്ങിലും ഒക്കെ പറ്റും. എൻ്റെ തെങ്ങും തോട്ടവും എൻ്റെ കമുങ്ങും തോട്ടവും ഒക്കെ നിങ്ങൾ നനച്ച് പരിചരിക്കുക. അതിൽ കായ ഉണ്ടാകുമ്പോൾ ലാഭം രണ്ടുപേരും കൂടെ പങ്കിട്ടെടുക്കുക. ഭൂമി എൻ്റേതാണ്, മരം എൻ്റേതാണ്, പക്ഷേ പരിചരണം നിങ്ങളുടേതാണ്. ലാഭം രണ്ടുപേർക്കുമാണ്. അപ്പോൾ കുഴിച്ചിടാത്ത തൈ ഏൽപ്പിക്കുകയാണെങ്കിലോ, ഞാൻ നിങ്ങൾക്ക് കുറേ കമുങ്ങിൻ്റെ തൈ തരികയാണ്, എനിക്ക് തെങ്ങിൻ്റെ തൈ തരികയാണ്, നിങ്ങൾ തന്നെ അതിൽ എൻ്റെ പറമ്പിൽ നിങ്ങൾ കുഴിച്ചിടണം. അങ്ങനെയാണെങ്കിലോ അനുവദനീയമല്ല. പക്ഷെ അനുവദനീയമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. യജൂസുൽ മുസാഖാത്ത് അനുവദനീയമാണ്. വഹിയ അത് യുആമിലൽ മാലിക്കു ഗൈറഹു, ഉടമസ്ഥൻ മറ്റൊരാളുമായി നടത്തുന്ന ഇടപാടാണ്. ഏതാണ് ഇടപാടിൻ്റെ വസ്തു? അലാ നഖ്ലിൻ, ഈത്തപ്പന, ഔ ഷജരി അനബിൻ, അല്ലെങ്കിൽ മുന്തിരി, മഗറൂസിൻ, നിലവിൽ കുഴിച്ചിട്ട, മുഅയ്യനിൻ ഫിൽ അഖ്ദി, ഇടപാടിൽ നിർണയിക്കപ്പെട്ട, മർഇയ്യിൻ ലഹുമാ ഇൻദഹു, ഇടപാട് നടത്തുമ്പോൾ രണ്ടുപേരും കാണാതെ ഒന്നും ഇടപാട് നടത്താൻ പറ്റില്ല. കാരണം ലാഭം, അതിൻ്റെ വരുമാനം എത്ര ഉണ്ടാകും എന്നൊക്കെ ഊഹിക്കേണ്ടി വരുമല്ലോ. മരത്തിന് എത്രത്തോളം ആരോഗ്യമുണ്ട് എന്നൊക്കെ. എന്തിനാണ് ഇടപാട് നടത്തുന്നത്? ലിയതഅഹദഹു, അതിനെ പരിചരിക്കാൻ വേണ്ടി, ആ കൃഷിയെ പരിചരിക്കാൻ വേണ്ടി, ബിസ്സഖി, വെള്ളം നനച്ചിട്ടും, വത്തർബിയത്തി, മറ്റ് പരിചരണങ്ങൾ നൽകിയിട്ടും. ഈ ഇടപാടിൽ കിട്ടുന്ന ലാഭം എന്താണ്? ഫലം എന്താണ്? അലാ അന്ന സമറത്തൽ ഹാദിസത്ത, ഇപ്പോൾ ആ മരത്തിലുള്ള പഴം, അവിൽ മൗജൂദത്ത, അല്ലെങ്കിൽ പിന്നീട് എത്തിക്കപ്പെടുന്ന, അതിൻ്റെ സീസണാകുമ്പോൾ അതിൽ പഴങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ലഹുമ, രണ്ടുപേർക്കുമായിരിക്കും എന്ന നിബന്ധന പ്രകാരം. അല എന്ന് പറഞ്ഞാൽ നിബന്ധന പ്രകാരം. യുആമിലൽ മാലിക്കു ഗൈറു, ഉടമസ്ഥൻ മറ്റൊരാളുമായി ഇടപാട് നടത്തലാണ്. അലാ നഖ്ലിൻ ഔ ഷജരി ഇനബിൻ,
ഈത്തപ്പനയിലോ മുന്തിരിയിലോ മഗ്റൂസിൻ നട്ട, ഭൂമിയിൽ നട്ട, മുഅയ്യൻ ഫിൽ അഖ്ദി ഇടപാടിൽ നിർണയിക്കപ്പെട്ട, മർഈൻ ലഹുമ ഇൻദഹു ഇടപാടിൻ്റെ സമയത്ത് രണ്ടുപേരും കണ്ട, ലിയതാഹദുഹു ബിസ്സഖി വതർബിയത്ത് വെള്ളം നനച്ചും മറ്റ് പരിചരണങ്ങൾ നൽകിയും അതിനെ വളർത്തിയും തർബിയത്തിനെ വളർത്തിയും അതിനെ പരിചരിക്കാൻ വേണ്ടി, അനാന്ന സമറത്തൽ ഹാദിസ അവിൽ മൗജൂദത്ത ഇപ്പോഴുള്ള പഴമോ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പഴങ്ങളെ രണ്ടുപേർക്കുമായിരിക്കും എന്ന നിബന്ധന പ്രകാരം. വലാ തജൂസു ഫി ഗൈരി നഖ്ലിൻ വഇനബിൻ ഇത് രണ്ടും അല്ലാത്തതിൽ അനുവദനീയമല്ല, ഇല്ലാത്ത തബഅൻ ലഹുമ രണ്ടിൻ്റെയും കൂടെയല്ലാതെ. ഈത്തപ്പനയുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ മറ്റു കൃഷിയും ഉൾപ്പെടുത്താമെന്നല്ലാതെ ഇപ്പോൾ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ വേറെ എന്തുണ്ട്, കുറേ കൃഷികളൊക്കെ ഉണ്ട്, കുറേ തക്കാളിയുണ്ട്, കുറേ ഉള്ളിയുണ്ട്, ഓക്കെ. പക്ഷേ ഈത്തപ്പനയും കൂടെ കൂടിയിട്ട് അതിനെ പിന്തുടർന്നുകൊണ്ടും അതിൻ്റെ അനുബന്ധമായിട്ടുമല്ലാതെ അനുവദനീയമല്ല എന്നാണ്. ഇപ്പോൾ ജബസഹൽ ഖദീമു എന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖദീമായ അഭിപ്രായം അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീ സാഇരിൽ അശ്ജാരി മറ്റ് എല്ലാ മരങ്ങളിലും, മുന്തിരി മരത്തിൽ മാത്രമല്ല എല്ലാത്തിലും. അബിഹി ഖാല മാലിക് അഹ്മദ് എല്ലാ മരത്തിലും അനുവദനീയമാണ് എന്നാണ് ഇമാം മാലിക് അഹ്മദ് റഹിമഹുല്ല പറയുന്നത്. അഖ്താറഹു ജംഅ മിൻ അസ്വഹാബിന നമ്മുടെ ഷാഫിഈ ഇമാമിൻ്റെ ശിഷ്യന്മാരിൽ ഒരു സംഘം പണ്ഡിതന്മാർ ഈ അഭിപ്രായത്തെ പ്രബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്, അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഴിച്ചിടാത്ത തൈകൾ നൽകിയിട്ടാണ് മുസാഖാത്ത് നടത്തുന്നതെങ്കിലോ വലോ സാഖാഹു വലാ ബദിയൻ തൈകൾ നൽകി മുസാഖാത്ത് നടത്തി, ഗൈരി മഗ്റൂസിൻ നട്ടിട്ടില്ലാത്ത, റസ എന്നാണ് നട്ടിട്ടില്ലാത്ത തൈകളിലാണ് ഒരാൾ മുസാഖാത്ത് നടത്തിയെങ്കിൽ എന്തിന് ലിയഗ്രിസഹു അതിനെ നടാൻ വേണ്ടി. റബ്ബർ തൈയൊക്കെ എൻ്റെ പറമ്പിൽ നിങ്ങൾ റബ്ബർ തൈ വെക്കുക, ഞാൻ വാങ്ങിത്തരുന്നേ. അങ്ങനെ ആകുമ്പോൾ വേക്കൂന് ഷജറവ് സമറത്തുഹു ഇതാ അസ്മറ ലഹുമ മരവും അതിൻ്റെ പഴവും ഇതാ അസ്മറ പഴമുണ്ടാകുമ്പോൾ ലഹുമ രണ്ടുപേർക്കുമാകും എന്ന വിധത്തിൽ മരം നിങ്ങൾ തന്നെ നട്ടുപിടിപ്പിക്കണം, എന്നിട്ട് വളർത്തണം. അങ്ങനെ വളർന്നാൽ ഈ മരവും അല്ലെങ്കിൽ പഴം രണ്ടും രണ്ടുപേർക്കുമായിരിക്കുമെന്ന നിബന്ധനയാണെങ്കിൽ ലം തജൂസ് അനുവദനീയമല്ല. അവിടെയും ലാക്കിൻ ഖളിയത്ത് കലാമി ജമി മിന സലഫി ഒരു കൂട്ടം സലഫിൻ്റെ അഭിപ്രായം ജവാസുഹ അതും അനുവദനീയമാണ് എന്നാണ്. അപ്പോൾ രണ്ടെണ്ണമായി, നട്ട തൈകളിൽ മാത്രമല്ല നടാത്ത തൈകളിലും മുസാഖാത്ത് നടത്താം. അപ്പോൾ അനുവദനീയമല്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഷജറുലി മാലിക്കിഹി മരം അതിന് ഉടമസ്ഥനായിരിക്കും, വാലൈഹി ഉടമസ്ഥൻ നൽകണം, ലിദിൽ അർളി ആ മരം ആരാണോ തൈ ഇറക്കിയത് അയാൾക്കായിരിക്കും, വാലൈഹി അയാൾ ലിദിൽ അർളി ഭൂമിൻ്റെ ഉടമസ്ഥന് നൽകണം, ഉജറത്തു മിസ്ലിഹ അതിൻ്റെ ഒരു സാധാരണ റെൻറ്റ് അയാളാണല്ലോ അയാൾ ഭൂമിൻ്റെ ഉടമസ്ഥൻ്റെ ഈ ഭൂമിയിൽ അയാളുടേതല്ലാത്ത ഭൂമിയിൽ ആ മരം നട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിന് ഒരു വാടക ഉണ്ടാവുമല്ലോ, അത് നൽകേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ട് വാഴ കൃഷി നടത്താം, റബ്ബർ കൃഷി നടത്താം, കൃഷി വളരുമല്ലോ. നമുക്ക് നമ്മുടെ മദ്ഹബിൽ നിന്ന് മാറി മറ്റുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വഹാബിൻ്റെ തന്നെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് കാലിയായി കിടക്കുന്ന തെങ്ങും തോട്ടം അത് പാവങ്ങൾക്ക് കൃഷി ചെയ്യാൻ അറിയുന്ന ആളുകൾക്കും കൊടുത്താൽ പോരെ മുസാഖാത്ത്, ഭംഗിയായിട്ട് നടക്കും. പകുതിയും പകുതി തന്നെ ആവണമെന്നില്ലല്ലോ ലാഭം അയാൾക്ക് കൊടുക്കുന്നതിനനുസരിച്ച് അയാളതിൽ നന്നായിട്ട് അധ്വാനിക്കും. അപ്പോൾ നല്ല നമുക്കും വരുമാനം ഉണ്ടാകും, ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഭൂമി അങ്ങനെ തരിശായി കിടക്കുകയും ചെയ്യും. അപ്പോൾ അത് വളർത്താനുള്ളൊരു മാർഗമാണ് മുസാഖാത്ത്. അപ്പോൾ ഈത്തപ്പനയും മുന്തിരിയിലുമാണ് മുസാഖാത്ത്. മുന്തിരിയും ഈത്തപ്പനയും അല്ലാത്ത നെല്ല്, ഗോതമ്പ് അതുപോലെയുള്ള കൃഷികൾ നടത്താനാണെങ്കിലോ അതിൻ്റെ പേരാണ് മുസാറാത്ത്. നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈത്തപ്പനയും മുന്തിരിയുടെയും കൂട്ടത്തിൽ വേണമെങ്കിൽ അത് ഉൾപ്പെടുത്താമെന്ന്, ഒറ്റക്ക് പറ്റൂല. ഇങ്ങനെ ഒറ്റക്ക് നടത്തുമ്പോൾ ഈത്തപ്പനയും മുന്തിരി, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈത്തപ്പനയും മുന്തിരി ഒന്നുമില്ലല്ലോ, കമുങ്ങ് കൃഷിയാണ്, അതല്ലെങ്കിൽ നെല്ല് ഉണ്ടാക്കാനാണ്. അപ്പോൾ അവിടെ
ആ ഇടപാട് സഹിയാണോ? സഹിയല്ല. ഏതായാലും ആ ഇടപാട് സഹിയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പറയാണ്. ഇങ്ങനെ ഇപ്പോൾ എൻ്റെ പറമ്പിൽ, എൻ്റെ വയലിൽ നിങ്ങൾ കൃഷി ഇറക്കാൻ വേണ്ടി ഞാനുമായി നിങ്ങൾ ഇടപാട് നടത്തുമ്പോൾ വിത്ത് ഞാൻ എടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ പേര് മുസാറാത്ത് എന്നാണ്. സറ എന്നാണ്, കൃഷി ചെയ്തു എന്നാണ്. വിത്ത് നിങ്ങളാണ് എടുക്കുന്നതെങ്കിൽ, നിങ്ങളാണല്ലോ എൻ്റെ വയലിൽ കൃഷി ഇറക്കുന്നത്, നെല്ല് നിങ്ങളാണ് എടുക്കുന്നതെങ്കിൽ, വിത്ത് നിങ്ങളാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പേര് മുഖാബറത്ത് എന്നുമാണ്. ഇത് രണ്ടും ബാത്തിലാണ് എന്നാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലം. എന്നാൽ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അതും അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കതനുസരിച്ച് അമൽ ചെയ്യാം. അങ്ങനെ അമൽ ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണല്ലോ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ ഉദ്ധരിക്കുന്നത്. ഈ മുസാറാത്ത് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും കൂട്ടത്തിൽ, ഈത്തപ്പനത്തോട്ടത്തിലും മുന്തിരിത്തോട്ടത്തിലും അതിനോടനുബന്ധമായി തബഅല്ലുഹുമ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും അല്ലാതെ ഒറ്റയ്ക്ക് സെപ്പറേറ്റായിട്ട് പറ്റുമല്ലോ എന്നുള്ളതാണ്. പറ്റൂല എന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബലം. വൽ മുസാറാത്തു, മുസാറാത്ത് എന്നാൽ യുആമിലൽ മാലിക്കു, ഉടമസ്ഥൻ ഇടപാട് നടത്തലാണ്, ഫയറുഹു മറ്റൊരാളോട്, അല റദിൻ ഒരു ഭൂമിയിൽ. എന്താണ് വിഷയം? ലി അസ്റാഹു, അയാൾ അതിൽ കൃഷി ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്താ പ്രതിഫലം? ബിജുസ് ഇൻ മഅലൂമിൻ, ഒരു അറിയപ്പെട്ട ഭാഗത്തിന്, ലാഭത്തിന്, മിമ്മാ യഖ്റുജു മിൻഹ, ആ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിശ്ചിത വിഹിതത്തിന്, പകുതി എനിക്ക് പകുതി നിനക്ക്, നെല്ലുണ്ടായിക്കഴിഞ്ഞാൽ പകുതി എനിക്ക്, കാലെനിക്ക്, മുക്കാലെനിക്ക് എന്നൊക്കെ പറഞ്ഞ് ജുസ്ഉം മാലും, ഒരു നിശ്ചിത വിഹിതത്തിന് ഭാഗം പ്രതിഫലം പറഞ്ഞുകൊണ്ട്. അവിടെ വൽ ബദുർ മിനൽ മാലിക്കി, വിത്ത് ആര് നൽകുന്നതായിരിക്കും? ഉടമസ്ഥ നൽകുന്നതായിരിക്കും. ഇതിൻ്റെ പേരാണ് മുസാറാത്ത്. അപ്പോൾ ഫൈൻകാനൽ ബദുർ മിനൽ മാലി ആമിലി, വിത്ത് നിങ്ങൾ തന്നെയാണ് നൽകുന്നത്, പണിക്കാരൻ തന്നെയാണ് നൽകുന്നതെങ്കിൽ ഫഹിയ മുഖാബറ, അതിൻ്റെ പേര് മുഖാബറ എന്നുമാണ്. ബഹുമാ ബാത്തിൽ, രണ്ടും ബാത്തിലാണ്. ലിന്നഹിയാനുഹുമ, രണ്ടും വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. വഖ്താർ സുബ്കിയു ക ജംഇൻ ആഖരീന ജവാസുഹുമ, സുബ്കി ഇമാമും ഒരു പറ്റം പണ്ഡിതന്മാരും അതും അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് തെളിവ് വസ്തദല്ലു ബി അമലി ഉമർ റളിയല്ലാഹു അൻഹു വാഹിലിൽ മദീനത്തി, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രവൃത്തിയും മദീനക്കാരുടെ പ്രവൃത്തിയുമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ രാജ്യം കീഴടക്കിയപ്പോൾ, ഖൈബറാണെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ മിസ്രോ, അവരോട് അതിൽ ഗവൺമെൻറ്റിൻ്റെ ഭൂമിയായി മാറി ആ ഭൂമിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ ഒരു വിഹിതം ഗവൺമെൻറ്റിന് നൽകാനും വേണ്ടി പറഞ്ഞ സംഭവമാണ് തെളിവ്. അത് മദീനക്കാരും ഉമർ റളിയല്ലാഹു അൻഹു പ്രവർത്തിച്ചിട്ടുണ്ട്. ഫഅലൽ മുറജ്ജഹി, പ്രബലമല്ലാത്ത അഭിപ്രായ പ്രകാരം. മുറജ്ജഹ് ഇപ്പോൾ പ്രബലം ഏതാണ്? പ്രബലമായ അഭിപ്രായം ഏതാണ്? റാജിഹായ അഭിപ്രായം ഏതാണ്? സഹിയല്ല എന്നല്ലേ? ഫഅലൽ മുറജ്ജഹി, പ്രബലമായ അഭിപ്രായ പ്രകാരം, അത് സ്വഹിയല്ല ബാത്തിലാണ് എന്ന അഭിപ്രായ പ്രകാരം അങ്ങനെ ഒരു ഇടപാട് നടന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഫല ഉഫ്രിദത്തിൽ ബിൽ മുസാറാത്തി, അപ്പോൾ ഭൂമി മുസാറാത്ത് നടത്തിയാൽ, മുസാറാത്ത് ഇടപാട് ഭൂമിയിൽ നടത്തപ്പെട്ടാൽ ഫൽ മുഗല്ലിൽ മാലിക്ക്, അപ്പോൾ വരുമാനം മൊത്തം ഉടമസ്ഥ നൽകണം. കാരണം അയാളാണല്ലോ വിത്തെടുക്കുന്നത്. വാലിഹി, അപ്പോൾ അയാൾ നൽകണം ലിൽ ആമിലി, അതിൽ പണിയെടുത്തയാൾക്ക് ഉജറത്തു അമലിഹി, അയാളുടെ ജോലിയുടെ കൂലി, വദവാബിഹി, മൃഗത്തിൻ്റെ കൂലി, ആലാത്തിഹി, അതിൻ്റെ ഉപകരണങ്ങൾ, കൈക്കോട്ട്, കത്തി, എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഒക്കെ വാടക നൽകേണ്ടതാണ്. ഇനി വിത്തിറക്കുന്നത് ആമിലാണെങ്കിലോ മുഖാബറ, വൈനുഫിരത്തിൽ നടന്നു ബിൽ മുഖാബറ. ഇനി ഭൂമിയിൽ മുഖാബറ ഇടപാടാണ് നടന്നത് എങ്കിൽ, അഥവാ ഉഫ്രിദ എന്ന് പറഞ്ഞാൽ തനിപ്പിക്കപ്പെട്ടാലെന്ന് പറഞ്ഞാൽ ഈത്തപ്പന മുന്തിരിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞല്ലോ. ഇതങ്ങനല്ല, ഭൂമിയിൽ മുഖാബറത്ത് മാത്രം നടത്തപ്പെട്ടു, ഈത്തപ്പന മറ്റൊന്നുമില്ലാതെ. ഫൽ മുഗല്ലുൽ ആമിലി, അപ്പോൾ കിട്ടുന്ന വരുമാനം മൊത്തം ആർക്കായിരിക്കും? ഈ തൊഴിലാളിക്കായിരിക്കും. വാലിഹി, തൊഴിലാളി നൽകണം ലി മാലിക്കിൽ അർളി, ഭൂമിൻ്റെ ഉടമസ്ഥന് ഉജ്റത്തു മിത്ലിഹ, ഭൂമിയുടെ സാധാരണ വാടക നൽകേണ്ടതാണ്. മുഖാബറയും മുസാറാത്തും സഹീഹ് ആകാനുള്ള മാർഗത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഈ മസല ഒന്നും കൂടെ നമുക്ക് സഹീഹ് ആകൂല എന്നാണ് പറയുന്നത്.
എൻ്റെ കയ്യിൽ ഒരേക്കർ ഭൂമിയുണ്ട്. ഈ ഒരേക്കർ ഭൂമിയിൽ നിങ്ങളെന്ത് ചെയ്യണം? വാഴക്കന്ന് നട്ട് കൃഷി നടത്തണം. അപ്പോൾ എൻ്റെ പേര് മാലിക് എന്നാണ്, നിങ്ങളുടെ പേര് ആമിൽ എന്നാണ്. ഞാൻ 100 ഏക്കറിലേക്ക് ആവശ്യമായ വാഴക്കന്ന് എടുത്തിട്ട് നിങ്ങൾ കൃഷി ചെയ്ത് അതിൻ്റെ ലാഭം പങ്കിട്ടെടുത്താൽ അതിൻ്റെ പേര് മുസാറാത്ത് എന്നും, അതിൽ വെക്കേണ്ട വാഴക്കന്നുകൾ മുഴുവൻ നിങ്ങൾ വാങ്ങിയിട്ട് എൻ്റെ ഭൂമിയിൽ കൃഷി ചെയ്തു, ഈ ഒരേക്കർ ഭൂമിയിൽ കൃഷി ചെയ്ത് ലാഭം പങ്കിട്ടെടുക്കുമ്പോൾ അതിൻ്റെ പേര് മുഖാബറത്ത് എന്നുമാണല്ലോ. ഇത് സ്വഹീഹല്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു ഭാഗത്തിൽ നിന്ന് മാത്രമേ എന്താവുന്നുള്ളൂ, ഇവിടെ മുതലിറക്കുന്നുള്ളൂ. ഒന്നിരിക്കെ ഞാൻ ഇറക്കുന്നു, നിങ്ങൾ ഇറക്കുന്നു. രണ്ടാളിറക്കിയാലും പണിയെടുക്കുന്നത് നിങ്ങളാണ്, ലാഭം 2 പേർക്കും പങ്കാളിത്തമുണ്ട്. അപ്പം അതിൽ പറ്റൂല എന്നാണ് പറഞ്ഞത് നമ്മളെ മദ്ഹബ് അനുസരിച്ചിട്ട്. പറ്റാനുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. എത്രയായിരുന്നു ഭൂമി? ഇപ്പോൾ പറയാൻ പോകുന്നതാണ് ത്വരീഖു ജാരിൽ ഖല്ലത്തിലുഹുമ, ലാഭം 2 പേർക്കും കൂടി ആകാനുള്ള മാർഗ്ഗം. വലാ ഉജ്റത്ത, അപ്പോൾ എന്താക്കണ്ട, പണിക്കൂലി കൊടുക്കേണ്ട, ലാഭം പങ്കിട്ടെടുത്താൽ മതി. പണിക്കൂലി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര നഷ്ടം വരുമല്ലോ. അപ്പോൾ ലാഭം 2 പേരും പങ്കിട്ടെടുക്കാനുള്ള മാർഗ്ഗം എന്താണെന്നാ അത്. ഒരേക്കറ ഭൂമിയുണ്ട്, അതിൽ ഒരു ഉദാഹരണത്തിന് 100 വാഴക്കന്നാണ് വെക്കുന്നത്. ഒന്നിരിക്കൽ ഈ 100 വാഴക്കന്ന് ഞാൻ എടുക്കുകയാണ്. 100 വാഴക്കന്ന് ഞാൻ എടുക്കുന്ന രൂപത്തിൽ എങ്ങനെ സ്വഹിയാവുക? നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് ആ 1 ഏക്കറയിൽ നിന്ന് 1/2 ഏക്കർ എന്നോട് വാടകയ്ക്ക് എടുക്കുകയാണ് കൃഷി ചെയ്യാൻ വേണ്ടി. അല്ല, നിങ്ങൾ എന്നോട് എന്ത് ചെയ്യാണ്, ഭൂമിൻ്റെ പകുതി വാടക എടുക്കണം. അപ്പോൾ എനിക്ക് പൈസ തരണ്ടേ? അതിൻ്റെ പ്രതിഫലം എന്താ? വാടക എന്താ? അതിൽ 100 കന്ന് വാഴണല്ലോ വെക്കുന്നത്. 100ൽ 50 വാഴക്കന്ന് എനിക്ക് നിങ്ങളെന്ത് ചെയ്യുന്നു, ആ ഭൂമിയുടെ പകുതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വാടക തരുന്നു. അപ്പം എന്തായി? ആ 50ഉം പിന്നെ ബാക്കി 50 ഉണ്ടല്ലോ, 50 അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 1/2 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? 1/2 ഏക്കർ ഭൂമി നിങ്ങൾ എന്നിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്നു, വാടകയ്ക്ക് എടുക്കുന്നു. അതിൻ്റെ പ്രതിഫലം എന്താണ്? 50 വാഴക്കന്ന്. ആ 50 വാഴക്കന്ന് എൻ്റെതാണ്. ഇപ്പോൾ നിങ്ങൾ എനിക്ക് പ്രതിഫലമായിട്ട് വാടകയായിട്ട് തന്നതാണ്. പിന്നെ 50 വാഴക്കന്ന് നിങ്ങളതും. അങ്ങനെ 100 വാഴക്കന്ന് അതിൽ കൃഷി ചെയ്യുന്നു. ഇതാണ് ഒന്ന്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളെ ഈ ഭൂമിയിൽ പണിയെടുക്കാൻ വേണ്ടി നിങ്ങളെ വാടകയ്ക്ക് വിളിക്കുകയാണ്, കൂലിക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഞാനാണ് എന്ത് ചെയ്യുന്നത്, 100 കന്ന് ഇറക്കുന്നത്, 100 വാഴക്കന്ന് ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂലി 50 വാഴക്കന്ന്, അത് നിങ്ങളെ കയ്യിലായി. ആ 50 വാഴക്കന്നും അത് ഞാൻ നിങ്ങൾക്ക് തന്നതാണ്, കൂലിയായിട്ട് തന്നതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള 50 വാഴക്കന്നും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിത് കൃഷി ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദ്യം ഉണ്ടാകും, ഇവിടെ പകുതിയല്ലേ വാടകയ്ക്ക് എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ പകുതിയിലല്ലേ അവൻ വാടകയ്ക്ക് എടുത്തിട്ടുള്ളൂ, പകുതിയിൽ ജോലി ചെയ്യാനല്ലേ അവനെ കൂലിക്ക് വിളിച്ചിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ, ബാക്കി പകുതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി അവനക്ക് എന്ത് ചെയ്യുക, വായ്പയും കൊടുക്കുക. അപ്പം മുഴുവൻ ഭൂമിയിൽ എന്താവുന്നു, അവൻ കൃഷി ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ മാർഗം. ത്വരീഖു ജാനിൽ ഖല്ലത്തുലുഹുമ, ലാഭം 2 പേർക്കും ആകാനുള്ള മാർഗം. വലാ ഉജ്റത്ത, കൂലിപ്പണി ഇല്ലാതെ ലാഭത്തിൽ പങ്കിട്ടെടുത്തുകൊണ്ട്. ആ യക്തിരിയൽ ആമിലും, ആമിൽ വാടകയ്ക്ക് എടുക്കുക. നിസ്ഫൽ അർദി, 50 1 ഏക്കർ ഭൂമിയിൽ നിന്ന് 50 ഏക്കർ ഭൂമി വാടകയ്ക്ക് എടുക്കുക. അപ്പം നിങ്ങൾ ഭൂമിയുടെ ഉടമസ്ഥനാകും, നിങ്ങൾ എനിക്ക് എന്താ തരിക, നിസ്ഫിൽ ബദരി, വാഴനല്ല കൃഷി ചെയ്യുന്നത്, 50 വാഴക്കെന്ന് എന്ത് ചെയ്യും, നിങ്ങൾ എനിക്ക് കൂലിയായിട്ട് തരും. പിന്നെന്താ തരികയെന്ന് അറിയോ, നിസ്ഫി അമലി, നിങ്ങളെ പണിൻ്റെ പകുതിയും, നിസ്ഫി മനാഫി ആലാത്തിഹി, പിന്നെ അതിലെ ആയുധങ്ങളുടെ ഉപകാരത്തിൻ്റെ പകുതിയും പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് 50 സെൻറ്റ് ഭൂമി വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 50 സെൻറ്റ് ഭൂമി വാടകയ്ക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്തായി, 50 കന്ന് വായ എൻ്റെതായി. പിന്നെ നിങ്ങളത് 50 കന്ന് വായ ഉണ്ടാവും, പിന്നെ നിങ്ങളെ പണിക്കൂലി പകുതി ഉണ്ടാവും. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ എന്താക്കുക, ഈ 50 വായക്കന്നിന് മാത്രമായിട്ട് എന്ത് ചെയ്യുക, ഈ ഭൂമി വാടകയ്ക്ക് എടുക്കുക. ഇതിനുള്ള പണിയൊക്കെ
പണി കൂലിയിൽ പെടുത്തണ്ട. വേത്തബറാബിൽ അമലി വൽ മനാഫി, പണിയും അതിൻ്റെ ഉപകാരങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാം. ഇത് ഇൻകാനൽ ബദുറു മിനൽ ഹു, ഈ വിത്ത് എടുക്കുന്നത് വാഴക്കന്ന് എടുക്കുന്നത് ആരാണ്? നിങ്ങളാണ്, പണിക്കാരനാണെങ്കിൽ. ഇനി ഇൻകാന മിനൽ മാലിക്ക്, ഞാൻ നിങ്ങൾക്ക് വാടകക്ക് തരികയാണെങ്കിലോ, ഞാനാണ് ഈ 100 കന്ന് വാഴക്കന്ന് ഇറക്കുന്നതെങ്കിലോ, അവിടെ മാലിക്കിൽ നിന്നാണെങ്കിൽ ഇസ്തജറൂബിൻ ഇസ്ഫിനു, ഞാൻ നിങ്ങളെന്ത് ചെയ്യുന്നു, 50 വാഴക്കന്ന് നിങ്ങൾക്ക് പ്രതിഫലം നൽകി ഈ ഭൂമിയിൽ 50 സെൻറ്റ് ഭൂമിയിൽ പണിയെടുക്കാൻ വേണ്ടി, 1/2 ഏക്കർ ഭൂമിയിൽ പണിയെടുക്കാൻ വേണ്ടി നിങ്ങളെ വാടകയ്ക്ക് വിളിക്കുന്നു, കൂലിക്ക് വിളിക്കുന്നു. ഇസ്തജറൂബിൻ ഇസ്ഫി ബദരി, വിത്തിൻ്റെ പകുതിക്ക് ഞാൻ നിങ്ങളെന്ത് ചെയ്യുന്നു, നിങ്ങളെ ഞാൻ കൂലിക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് പൈസ തരണ്ടേ? അത് 50 വാഴക്കന്നാണ് അതിൻ്റെ കൂലി, നിങ്ങൾ പണിക്കാരായി വരുന്നതിന്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളെന്ത് ചെയ്യില്ല, ഇസ്രാലോഹു നിസ്ഫൽ ആഖറ, അപ്പം വേറൊരു 50 വാഴക്കന്ന് നിങ്ങളെന്ത് ചെയ്യും, കൃഷി ചെയ്യും. മിനൽ ബദിരി, വേറെ ഞാൻ നിങ്ങൾക്ക് തന്ന വാഴക്കന്ന് നിങ്ങളതാണ്. പിന്നെന്ത് ചെയ്യും, പിന്നെ ഒരു 50 വാഴക്കന്നുണ്ടല്ലോ, അതും എൻ്റെ തന്നെയാണല്ലോ, അത് നിങ്ങൾ കൃഷി ചെയ്യും. ഫിനിസ്ഫിൽ അർദി, ഭൂമിയുടെ മറ്റേ പകുതിയിൽ. അപ്പോൾ യുഈറഹു നിസ്ഫഹ, അവിടെ എന്ത് ചെയ്യുന്നു, ഭൂമിൻ്റെ പകുതി എന്ത് ചെയ്യുന്നു, ഭൂമിൻ്റെ പകുതിയിൽ അയാൾ കൃഷി ചെയ്യുന്നു. അപ്പോൾ യുഈറഹു നിസ്ഫഹ, ഭൂമിൻ്റെ പകുതി അയാൾക്ക് എന്ത് ചെയ്യുന്നു, അയാളിപ്പോൾ എത്ര എടുത്തിട്ടുള്ളൂ, ഞാൻ നിങ്ങളെ എൻ്റെ ഭൂമിയിൽ പകുതിയിൽ പണി ചെയ്യാൻ വേണ്ടിയാണല്ലോ എന്താകുന്നത്, നിങ്ങളെ കൂലിക്ക് വിളിക്കുന്നത്. അപ്പോൾ മറ്റേ പകുതിയിലോ ആ ഭൂമി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിട്ടു തരികയാണ്. അപ്പോൾ ആ പകുതിയിലും കൂടെ നിങ്ങളെ എൻ്റെ ഈ 50 കന്ന് വായ കൃഷി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ലാഭം ഉണ്ടാകുന്നു. അത് വിറ്റിട്ട് കിട്ടുന്ന പൈസ രണ്ടാളും കൂടെ എടുക്കുന്നു. ഇതാണ് മുഖാബറത്തും മുസാറാത്തും സഹിയാകാനുള്ള മാർഗ്ഗം. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.